തമിഴിൻ്റെ പതിവ് വഴക്കങ്ങളെ വെല്ലുവിളിച്ച സിനിമയൊരുക്കിയിട്ടുള്ള സംവിധായകനാണ് മിഷ്കിൻ. നന്ദലാല, ചിത്തിരം പേശുന്തടി, അഞ്ചാതെ എന്നീ സിനിമകളിൽ മിഷ്കിനിലെ പ്രതിഭയെ കാട്ടിയപ്പോൾ യുദ്ധം സൈ, മുഖംമൂടി എന്നീ ചിത്രങ്ങൾ ഈ സംവിധായകൻ്റെ പാഴ്ശ്രമങ്ങളായി. മുഖംമൂടിയിട്ട് രാത്രി ഇറങ്ങുന്ന ഇന്ത്യൻ സൂപ്പർ താരമാക്കി ജീവയെ മാറ്റിയ മുഖംമൂടിക്ക് ശേഷമുള്ള മിഷ്കിൻ ചിത്രമാണ് ഓനായും ആട്ടുകുട്ടിയും. ചെന്നായിയും ആട്ടിൻകുട്ടിയും ആരെന്ന് കണ്ടെത്താൻ മിഷ്കിൻ രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച മുഖ്യ കഥാപാത്രമായി എത്തിയ ചിത്രം. ഒരു ഗ്യാങ്സ്റ്റർ സിനിമയിലെ സ്ഥിര ചെയ്തികളെയെല്ലാം പാരഡി പരിഗണനയിൽ സ്വീകരിച്ച യാഥാർത്ഥ്യബോധം കൈവിടാത്തൊരു ത്രില്ലർ. ഓനായും ആട്ടുകുട്ടിയും ചവർപ്പൻ ഫോർമുലകളുടെ ആവർത്തന പട്ടികയാകുന്നില്ല ഒരു ഘട്ടത്തിലും. സ്റ്റേറ്റും മാഫിയകളും ഒരേ പുറത്തും നീതിദാഹിയായ സാധാരണക്കാരൻ മറുവശത്തും നിലയുറപ്പിച്ചുള്ള കോമൺ മാൻ ഹീറോ ഗെയിമുകളിലൊന്ന് തന്നെയാണ് ഈ ചിത്രവും. എന്നാൽ ഒരു രാത്രിയുടെ ദൈർഘ്യത്തിൽ കഥ പറഞ്ഞ നായകനെ വില്ലനും വില്ലനെ നായകനുമാക്കി വച്ചുമാറിയുള്ള ആഖ്യാനത്തിൽ കണ്ടിരിക്കാൻ നിർബന്ധിക്കുന്ന ഡാർക്ക് മൂഡ് ത്രില്ലറാണ് ഓനായും ആട്ടിൻകുട്ടിയും. വാഴ്ത്തപ്പെട്ട തൻ്റെ ആദ്യ 3 ചിത്രങ്ങളെയും മൂന്നാംകിട എന്ന് വിശേഷിപ്പിച്ച സംവിധായകൻ കൂടിയാണ് മിഷ്കിൻ. തൻ്റെ മികച്ച ചിത്രത്തിനായി ഇനിയും കാത്തിരിക്കുകയാണെന്ന തീർത്തും പരീക്ഷണത്വരയോടെയുള്ള അവതരണത്തിൽ നിന്ന് ഈ സംവിധായകൻ വ്യക്തമാക്കുന്നു. യജമാനു വേണ്ടി ആട്ടിൻകുട്ടിയെ വേട്ടയാടിയ ചെന്നായിയുടെ പശ്ചാത്താപം പറഞ്ഞ നാടോടി കഥയെ ഉൾത്തട്ടിലിരുത്തിയാണ് ഈ ചിത്രം. ഭരണവും അധോലോകവും ചേർന്നുള്ള ചതുരംഗം കളിയിൽ വീഴ്ത്തപ്പെടുന്ന കാലാൾപ്പട. ചെന്നൈയിലെ ഒരു രാത്രി, റോഡും ബസ് സ്റ്റോപ്പും റെയിൽവേ സ്റ്റേഷനും ഹൈവേ ഓരങ്ങളും ഇവ മാത്രമാണ് കഥാവഴിയിൽ. ഹോളിവുഡ് മാതൃക പിൻപറ്റിയ മുഖംമൂടിയിൽ നിന്ന് ആട്ടുകുട്ടിയിലെത്തുമ്പോൾ സ്വതന്ത്ര സ്വഭാവത്തിലുള്ള ത്രില്ലർ ഒരുക്കാനാണ് മിഷ്കിൻ ശ്രമിച്ചത്. നായകനോ വില്ലനോ നായികയോ പാട്ടോ നൃത്തമോ ഇല്ലാത്ത ചിത്രം. ക്ലൈമാക്സ് വരെ സ്ക്രീനിൽ നിന്ന് കണ്ണകറ്റാതെയിരുത്താൻ പോന്ന കഥനശൈലി. വഴിനീളെ ട്വിസ്റ്റുകൾ പൊട്ടിക്കാതെയുള്ള കഥ പറച്ചിൽ. റോഡരികിൽ മൃതപ്രായനായി കിടന്ന കൊടും കുറ്റവാളിയെ രക്ഷിക്കുകയാണ് മെഡിക്കൽ വിദ്യാർത്ഥിയായ ചന്ദ്രു. 14 പേരെ കൊലപ്പെടുത്തിയ ആളെ രക്ഷിച്ചതിന് ചന്ദ്രുവിനെ നിയമം പിടികൂടുന്നു. കുറ്റവും ശിക്ഷയും തുടർന്ന് പുനർവ്യാഖ്യാനം ചെയ്യുന്നു മിഷ്കിൻ. വഴക്കെണ്ണയിലൂടെ എത്തിയ ശ്രീ ചന്ദ്രുവിന്റെ വേഷത്തിലും കൊടും കുറ്റവാളിയുടെ രൂപഭാവങ്ങളിൽ മിഷ്കിനും. പരീക്ഷണ വ്യഗ്രതയുടെ ആകർഷണമാണ് പരിമിതികളിലും പണിക്കുറവുകളിലും ആട്ടുകുട്ടിക്കൊപ്പമുള്ളത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു സിനിമയുടെ പശ്ചാത്തല സംഗീത സംവിധാനം മാത്രം നിർവഹിച്ചെത്തിയ ഇളയരാജ ഈ സിനിമയുടെ കയ്യടികൾ അത്രയും തനിക്ക് കൂടി അവകാശപ്പെട്ടതാക്കുന്നു. ഭൂരിഭാഗം രംഗങ്ങളും സംഭാഷണരഹിതമായി കടന്നുപോകുമ്പോൾ ത്രില്ലറിൻ്റെ വേഗഭാവങ്ങളിലേക്ക് സിനിമയെത്തുന്നത് ഇളയരാജ ഈണങ്ങൾക്കൊപ്പമാണ്. അടുത്ത നിമിഷത്തിലേക്കുള്ള ആകാംക്ഷയുടേതു കൂടിയാണ് ഇളയരാജയുടെ പശ്ചാത്തല സംഗീതം. മികച്ച അഭിനയ മുഹൂർത്തങ്ങൾക്ക് വേണ്ടിയല്ല, കഥാപാത്രങ്ങളുടെ വിശ്വസനീയ ഭാവങ്ങൾക്ക് വേണ്ടിയാണ് മിഷ്കിൻ ശ്രമിച്ചത്. കൊലയാളിയുടെ വേഷത്തിൽ സ്വയം അവതരിച്ച മിഷ്കിൻ്റെ ക്ലൈമാക്സിലെ കഥ പറച്ചിലിൽ അവതരണ കൗശലങ്ങളിലെ മികവും കാട്ടുന്നു. അശുഭ സൂചനകളെന്ന് തോന്നലുണ്ടാക്കും വിധമുള്ള ദൃശ്യപരിചരണമാണ് ഓരോ വേളയിലും ഛായാഗ്രാഹകനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇരുട്ടിലെ നിറംകെട്ട നഗരപാതകളും ഇരുണ്ട ഇടങ്ങളും ഡാർക്ക് മൂഡ് ത്രില്ലറിന്റെ സ്വഭാവത്തിലേക്ക് വഴിയൊരുക്കുന്നു. കോളിവുഡ് ഡപ്പാങ്കൂത്തുകൾക്കിടയിൽ വഴിയും വഴക്കവും തെറ്റിച്ചൊരു ചിത്രം. കമേഴ്സ്യൽ മുഖംമൂടിയില്ലാത്ത മൂന്നാംകിടി എന്ന മിഷ്കിന് കുമ്പസാരിക്കേണ്ടി വരാത്ത ചിത്രം.
സവിശേഷ സ്വഭാവമുള്ള ത്രില്ലറുകളിലേക്ക് ഇഷ്ടപ്പെരുക്കമുള്ളവർക്ക് നിർബന്ധമായും ഓനായും ആട്ടുകുട്ടിയും കാണാം. ഒക്ടോബറിലെ ബോക്സ് ഓഫീസും ഒഴുക്കിടറാത്ത റിലീസുകൾക്കൊപ്പമാണ്. പുതുചിത്രങ്ങൾക്കൊപ്പം വീണ്ടും കാണാം അടുത്തയാഴ്ച.